നമ്മുടെ പ്രധാനമന്ത്രി നടത്തിയ ഒരു പ്രസ്താവനയാണ് നിങ്ങളിവിടെ കാണുന്നത്. നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യമുണ്ട്, അദ്ദേഹം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്, അല്ലാണ്ട് സാധാരണ കാവിനിക്കറിട്ട ഒരു സംഖ്യയല്ല. സാധാ ഒരു കാവിനിക്കറിട്ട സംഖ്യ ഇതൊക്കെ പറയും, അത് നമുക്കറിയാം. പക്ഷെ നമ്മുടെ പ്രധാനമന്ത്രി എന്ന നിലയിൽ നമ്മൾ ഇതല്ല പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അദ്ദേഹം പച്ചയ്ക്ക് മുസ്ലിങ്ങൾ എടുത്തിടുകയാണ് ഈ ഇലക്ഷൻ എങ്ങനെയെങ്കിലും വിജയിക്കാൻ വേണ്ടി, 400-ൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക എന്നുള്ള അവസ്ഥയിലേക്ക് അത് എത്തിയിരിക്കുകയാണ്. അപ്പം അവസാനത്തെ അടവെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു അടവ് ഇറക്കിയിരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ വെറും നോക്കുകുത്തിയായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് പരാതിയാണ് ഇലക്ഷൻ കമ്മീഷൻ ഇതുവരെ എത്തിയിരിക്കുന്നത്. പക്ഷെ തങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്നുള്ള രീതിയിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ. ഒരു ജനാധിപത്യ രാജ്യത്തില് ഇലക്ഷൻ എത്രത്തോളം പ്രധാനപ്പെട്ടാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു രാജ്യമാണ് നമ്മുടെ. ആളുകൾക്ക് ഇലക്ഷനുള്ള വിശ്വാസം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനാധിപത്യം അവസാനിച്ചു എന്നുള്ളതാണ് അർത്ഥം. ഇലക്ഷൻ കമ്മീഷൻ നല്ല രീതിയിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ ഇലക്ഷനുള്ള വിശ്വാസം ആളുകൾക്ക് നഷ്ടപ്പെടും. അത്തരത്തിലുണ്ടായി കഴിഞ്ഞാൽ അത് ജനാധിപത്യത്തിന്റെ അവസാനം എന്നുള്ളതാണ്.